സാധാരണ ചെളിക്കുണ്ടിലല്ലേ താമര വിരിഞ്ഞ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ കൈക്കുള്ളിലാണ് താമര വിരിയുന്നത്. ആദ്യമൊക്കെ വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും കൈക്കുള്ളിൽ ഒരു താമര വിരിയുക. ബട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂട്ടത്തോടെയാ കൈക്കുള്ളിൽ താമര വിരിയുന്നത്. ഞാൻ നുണ പറഞ്ഞതല്ല, തെളിവ് സഹിതം കാണിച്ചു തരാം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാര്, MP-മാര്, MLA-മാര് തുടങ്ങിയ എത്ര പേരുടെ കൈകളിലാണ് താമര വിരിഞ്ഞ് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ നേതാക്കൾ കൂട്ടത്തോടെയാ കൈവിട്ട് പലരും താമര പിടിച്ചത്. ഒന്നാമത്തെ ആളാണ് അശോക് ചവാൻ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയായിരുന്നു. 2008-2010 കാലഘട്ടത്തിലാണേ. മാത്രമല്ല മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്നു. MLA സ്ഥാനം രാജിവെച്ചാണ് കോൺഗ്രസ് പാർട്ടിയെ ചുരുട്ടി മൂലക്കിട്ടാണ് കൈക്കുമ്പിളിൽ താമര വിരിയിച്ചത്. മുൻ മുഖ്യമന്ത്രി SB ചൗഹാന്റെ മകൻ കൂടിയാണ്. അശോക് ചവാന്റെ ഒപ്പം തന്നെ 55 മുൻ കോൺഗ്രസ് MLA-മാരും BJP-യിലേക്ക് ചാടിയിരുന്നു. അടുത്തയാള് മിലിന്ദ് ദിയോറ. മുംബൈയിലെ യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും AICC ജോയിന്റ് ട്രഷററുമായിരുന്നു മിലിന്ദ്. ഇപ്പോൾ ഭരണകക്ഷിയായ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങിയ ദിവസമായിരുന്നു മിലിന്ദ് പാർട്ടി വിട്ടത്. ബാബ സിദ്ദിഖിയാണ് മൂന്നാമത്തെ ആൾ. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും 3 തവണ MLA-യുമായിരുന്നു. മുംബൈ റീജിയണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും പാർലമെന്ററി ബോർഡ് സീനിയർ വൈസ് പ്രസിഡന്റുമായിരിക്കെ തന്നെ പാർട്ടിയെ ചീത്ത വിളിച്ചിറങ്ങിപ്പോയി. നിലവിൽ BJP-ക്കൊപ്പമുള്ള അജിത് പവാറിന്റെ NCP-യിലാണ്. ബസവരാജ് പാട്ടീലാണ് അടുത്ത കക്ഷി. സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്നു. ലിംഗായത്ത് നേതാവായ പാട്ടീൽ ലാത്തൂർ ജില്ലയിലെ ഔസ MLA ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, പുള്ളിയും കോൺഗ്രസ് വിട്ടു. ആസാമിൽ പിന്നെ പറയണ്ട. വാടിയ പൂവിൽ നിന്ന് ഇതളുകൾ കൊഴിയും വേഗത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഒന്നൊന്നായി BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയ ദിവസങ്ങൾക്കകം തന്നെയാണ് കോൺഗ്രസിലെ പ്രമുഖരുടെ കൊഴിച്ചിൽ അത്രയും നടന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ വേറെ ഉണ്ടാവൂ കർത്താവേ. ബിസ്മിത ഗൊഗോയാണ് ആസാമിലെ പ്രമുഖരിൽ ഒന്നാമൻ. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ബിസ്മിത ഗൊഗോയ് നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് BJP-യിലെത്തിയത്. മുൻ കോൺഗ്രസ് മന്ത്രി അഞ്ജൻ ദത്തയുടെ മകളും മുൻ കോൺഗ്രസ് നേതാവ് ജിബ കാന്ത ഗൊഗോയിയുടെ മരുമകളുമാണ് ബിസ്മിത ഗൊഗോയ്. അടുത്തയാൾ അങ്കിത ദത്ത. യൂത്ത് കോൺഗ്രസ് അസം പ്രസിഡന്റ് ആയിരുന്നു. തന്നെ ഉപദ്രവിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസനെതിരെ പരാതി നൽകിയ ആളാണ് അങ്കിത. നെക്സ്റ്റ് റാണ ഗോസ്വാമി. 2 തവണ MLA ആയ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് റാണ ഗോസ്വാമി ഇന്നലെയാണ് രാജിവെച്ചത്. ചേരുന്നത് BJP-യിൽ. പതിവ് അങ്ങനെയാണല്ലോ. MLA-മാരായ കമലാക്യാദേവ് പുർക്കായസ്ത, ബസന്തദാസ് എന്നിവർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ BJP സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കർണാടകയിൽ നിന്ന് പോയ ആളാണ് ജഗദീഷ് ഷെട്ടാർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന ആളായിരുന്നു ഷെട്ടാർ. പക്ഷേ കാര്യമൊന്നുമില്ല, വീണ്ടും BJP-യിലേക്ക് തന്നെ പോയി. രാജസ്ഥാൻ കോൺഗ്രസിൽ നിന്ന് പോയ ആളാണ് മഹേന്ദ്രജിത് മാളവിയ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും 4 തവണ MLA-യുമായിരുന്നു. പക്ഷേ പതിവ് ആവർത്തിച്ചു. ലിസ്റ്റിൽ ഇനിയുമുണ്ട്. ഗുജറാത്തിൽ നിന്ന് നരൻ റഡ്വ, ബീഹാറിൽ നിന്ന് മുരാരി പ്രസാദ് ഗൗതം, സിദ്ധാർത്ഥ് സൗരഭ്, അരുണാചലിൽ നിന്ന് വാങ്ലിംഗ് ലൊവാങ്ഡോങ്, നിനോങ് എറിങ്, തമിഴ്നാട്ടിൽ S വിജയധരണി, പിന്നെ ജാർഖണ്ഡിലെ ഏക കോൺഗ്രസ് MP-യായ ഗീതാ ഗോഡ. ഇതെല്ലാം കൈക്കുള്ളിൽ താമരമൊട്ടുകൊണ്ട് നടന്ന് സമയമായപ്പോൾ വിരിയിച്ച പ്രമുഖരാണ്. ഇനിയും കൈക്കുള്ളിൽ താമര വിരിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ചോറിവിടെയും കൂറവിടെയും എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ കാരണം.